കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെട്ട ഈ ആളുകൾ ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ പിന്നീട് ആശുപത്രികളിൽ വെച്ച് മരിച്ചു എന്നും കള്ളക്കുറിച്ചിയിൽ നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ തലവനെ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നു. என்ன சாப்பிட்டாரு? காலையில் ஒரு பாக்கெட் சாராயம் சாப்பிட்டுச்சு. ஒரு பாக்கெட் சாராயம் சாப்பிட்டாரா? எங்க? கருணாபுரத்துலையா? குடிச்சதுலேருந்து இப்படிதான் இருக்குங்களா? என்னண்ணா பண்ணுது உங்களுக்கு? ஒன்றுமே புரியலையா? பண்ணுது ശ്രീകാന്ത്, ഇദ്ദേഹം പിന്നീട് മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഈ കരുണാപുരത്ത് ഈ വ്യാജമദ്യം കഴിച്ച ആളുകൾക്ക് അവർക്ക് എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പോലീസിനും ഈ അന്വേഷണ സംഘത്തിനും ഒക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ വളരെയധികം ഗുണം ചെയ്യും തുടർന്നുള്ള അന്വേഷണത്തിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ വ്യാജമദ്യം കഴിച്ചതിന് ശേഷം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ ഈ മദ്യം ഇത്തരത്തിൽ വ്യാജമദ്യം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു സന്ദേശം കൂടിയാണ് ഈ ദൃശ്യം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് വഴി ശാരീരികമായി എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്വബോധമില്ലാതാകും, വലിയ തോതിൽ അവർ ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്, കണ്ണിന് കാഴ്ച പോകുന്നുണ്ട്, ബോധക്ഷയം സംഭവിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ മദ്യം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഇത് കന്ദൻ എന്നാണ് ഇയാളുടെ പേര്. ഈ കരുണാപുരത്ത് തന്നെയുള്ളയാളാണ്. ഇയാൾ ഈ മദ്യം കഴിച്ചതിന് ശേഷം ഇയാൾ വീട്ടിലെത്തി, അവിടെ ബോധക്ഷയം വന്ന് വീണു. പിന്നീട് ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് എഴുന്നേറ്റിരുന്ന് അത് ഛർദ്ദിക്കാൻ ശ്രമിക്കുന്നത്. ഇയാളുടെ കണ്ണ് കാഴ്ച ആദ്യം നഷ്ടപ്പെട്ടു, പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് ഇവിടെ ഓരോ ആളുകളും മരണപ്പെട്ടത് എന്നുള്ളത്, ഈ വ്യാജമദ്യം കഴിച്ച ആളുകൾ അസ്വസ്ഥത പ്രകടിപ്പിച്ച് മരണപ്പെട്ടത് എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഈ കണ്ട ദൃശ്യങ്ങൾ. വ്യാജമദ്യം ഉപയോഗിക്കുന്നവർ, ഈ വ്യാജമദ്യം വിൽക്കുന്നവർ, ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഉദ്യോഗസ്ഥർ, ഭരണകൂടം എല്ലാവരും കാണേണ്ട കാഴ്ചയാണിത്. ഇത് എന്ത് വില കൊടുത്തും ഈ വ്യാജമദ്യ വിൽപ്പന തടഞ്ഞേ പറ്റൂ. ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ആ കുടുംബനാഥൻ ഈ ബോധക്ഷയം വന്ന് വീഴുന്നതും ജീവന് വേണ്ടി പിടയുന്നതും ശ്വാസത്തിന് വേണ്ടി കീഴുന്നതും. അതിനാൽ തന്നെ ഈ വ്യാജമദ്യം, ഈ വ്യാജ ചാരായം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ. ഈ ദൃശ്യങ്ങൾ നമ്മൾ തമിഴ്നാട് സർക്കാരിന് കൂടി മുൻപിൽ സമർപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഈ വ്യാജ ചാരായം കഴിച്ചാണ് തനിക്കിത് സംഭവിച്ചത് എന്നുള്ള കാര്യം അയാളും ഭാര്യയും പറയാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു. ശ്രീകാന്താണ് കള്ളക്കുറിച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വല്ലാത്തൊരു അന്തരീക്ഷമാണ് കള്ളക്കുറിച്ചിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവീൺ